الحمد لله الحمد لله الحمد لله غافل الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب لنا مثلا ونسي خلقا قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم فوالله الذي لا إله إلا هو إني رسول الله إليكم خاصة وإلى الناس كافة فوالله لتموتن كما تنامون ولتبعثن كما تستيقظون
ولا تجزون بالإحسان إحسانا وبالسوء سوءا. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. أمثل وقوفك يوم العرض عريانا مستوحشا ترك الأخشاء حيرانا. نادى الجليل خذوه يا ملائكتي اندوا بعبد عصى للنار عطشانا. والنار تلهب من غيظ ومن عنقي على العصاة ورب العرش غضبانا. والمشركون غدا في النار يحترقوا والمؤمنون بدار الخلد سكانا. وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من ذي العاصي صلاة الله معها تحيته سلام الله. إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സമാദരണീയനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ ബഹുമാന്യനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാന്യനായ ആദരണീയരായ അബ്ബാസ് മലാഹിരി, ബഹുമാന്യനായ ഈ പുണ്യമായ സദസ്സ് ഉദ്ഘാടനം ചെയ്യേണ്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട വഴികാട്ടി ബഹുമാന്യനായ ആനക്കര കോയക്കുട്ടി ഉസ്താദ് അവറുകൾ, ഈ പുണ്യമായ സദസ്സിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അനുഗ്രഹങ്ങളുടെ സംഗമസ്ഥാനമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ നാട്ടിലെ സുമനസ്സുകളായ ഒരുപറ്റം യുവാക്കളുടെ ഒരു സ്നേഹ സംഗമമാണ് ഈ സദസ്സിന്റെ സംഘാടനത്തിന്റെ പിന്നിലുള്ളത്. തങ്ങളാൽ കഴിയുന്ന ഒരു സേവനം നാടിനു വേണ്ടി ചെയ്യാനുള്ള വിശാലമായ ഒരു ചിന്താഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഈ യുവാക്കൾക്ക് അവസാനം വരെ എല്ലാവിധ സന്തോഷവും സമാധാനവും അവരുടെ ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി വിചാരണയുടെ വിഹ്വലതകൾ എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയാവതരണത്തിലേക്ക് കടക്കുകയാണ്. ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ ദുആയ്ക്കു വേണ്ടി സ്വർണ്ണാഭരണങ്ങളും 6666 രൂപയുമായി സദസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അവസാന 10 സ്വലാത്തും പ്രത്യേകമായ ദുആയി നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആഗ്രഹത്തോടെ ഈ ദുആയ്ക്ക് വേണ്ടി അങ്ങകലേന്ന് എറണാകുളം ചാവക്കാട് പ്രദേശങ്ങളിൽ നിന്ന് പോലും ഈ സദസ്സിലേക്ക് എത്തിയ ധാരാളം സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഈ സദസ്സിലെ ദുആ കൊണ്ട് സാധ്യമാകുമെന്ന് പ്രതീക്ഷയോടെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതീക്ഷ പോലെ തന്നെ ദുആയ്ക്ക് ഉത്തരം നൽകുന്ന സദസ്സുകൾ ഈ സദസ്സിനെ അല്ലാഹു അവസാനം വരെ നിലനിർത്തി തരുമാറാകട്ടെ എന്ന ദുആയോടുകൂടി എല്ലാവരും ഈ സദസ്സിൽ ദുആ ചെയ്യുവാനും സലാത്ത് ചൊല്ലുവാനും ആമീൻ പറയാനുമുള്ള ആഗ്രഹത്തോടെ ഇരിക്കണമെന്ന് ആമുഖമായി സൂചിപ്പിച്ച് വിചാരണയുടെ വിഹ്വലതകൾ എന്ന ഒരു ശീർഷകത്തിന്റെ കീഴിൽ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ ലോകത്ത് വളരെ ഗഹനമായ ചില ചർച്ചകൾക്ക് വിധേയമായ ഒരു വിഷയമാണ് ഒരു മനുഷ്യന്റെ ജീവിതം മരണത്തോടെ അവസാനിക്കുമോ ഇല്ലയോ, അവൻ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുമോ ഇല്ലയോ, ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു 6 അടി മണ്ണിലേക്ക് പോയി ശരീരം മുഴുവനും നശിച്ചു നാമാവശേഷമായതിനു ശേഷം ഒരാൾ മരിച്ചാൽ 5 മണിക്കൂർ കഴിയുമ്പോൾ അവന്റെ ഹൃദയവും ഏതാണ്ട് 30 മിനിറ്റ് കഴിയുമ്പോൾ അവന്റെ ഹൃദയവും 4 മണിക്കൂർ കഴിയുമ്പോൾ അവന്റെ തൊലിയും 30 ദിവസം കഴിയുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ അവന്റെ കണ്ണും 30 ദിവസം കഴിയുമ്പോൾ അവന്റെ അസ്ഥിയും ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകുമെന്നാണ്. എല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷം 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി മലത്തിക്കിടത്തി മണ്ണിട്ട് മൂടി എല്ലാവരും തിരിച്ചുപോയി. 30 ദിവസം കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ അസ്ഥി പഞ്ചരങ്ങൾ മുഴുവനും മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന് അവസാനം ഈ ഭൂമിയിൽ ഒരു വിഭൂതി പോലെ, ഒരു ശൂന്യത പോലെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് യാതൊരുവിധ അടയാളവുമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് അവൻ അവസാനിച്ചു പോകുമ്പോ നാളെ കോടാനുകൂടി വർഷങ്ങൾക്കപ്പുറം പരലോകമെന്ന് പറയുന്ന അനന്യസാധാരണമായ അഭൗതികമായ ദൃഷ്ടികൾക്ക് ഗോചരമല്ലാത്ത പടച്ചതമ്പുരാന്റെ പരമരഹസ്യങ്ങളിൽ പരമപ്രധാനമായ പരലോകത്തിലേക്ക് പാരവശ്യതയോടെ അവൻ എഴുന്നേറ്റു നടക്കുന്ന പരിഭ്രാന്തിയുടെ ലോകമെന്ന പ്രബോധന വേദിയിൽ പ്രബോധനവുമായി കടന്നു വന്ന പ്രബോധിതരോട് പറഞ്ഞ പ്രവാചകന്മാർ ഈ ഭൂലോകത്തോട് പറഞ്ഞുകൊടുത്ത പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സത്യം, ആ സത്യത്തിലേക്ക് നാളെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വിചാരണ നാളിലേക്ക് എഴുന്നേൽക്കാൻ കഴിയുക? അങ്ങനെ